ഭരണം മാറിയതിന് പിന്നാലെ, ഭരണം മാറിയെന്ന് പറഞ്ഞാൽ കുട്ടി സഖാക്കളെ പുറം പോലീസ് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. പാലക്കാട് നടന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. അതെ അതെ. ഇപ്പോഴും ഈ നമ്മളവിടെ ഭരിക്കുന്നത് കാവൽ മന്ത്രിസഭയാണെങ്കിൽ പോലും എന്നുള്ള ധൈര്യമായിരിക്കും അവരുണ്ടത്. ഈ 10 വർഷം കൊണ്ട് ഇത് സൂചിച്ച് ഇരുന്നതല്ലേ, എല്ലാവരും വരച്ചവരെ നിർത്തിയിരുന്നതല്ലേ. അതുകൊണ്ട് ഈ പോലീസുകാർക്ക് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടുകാലക്കാരാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ കരുതിയിരുന്നത്. അല്ല, പോലീസുകാരെ 10 വർഷത്തെ കലിപ്പാണ്. 10 വർഷം ഇവർ ഭയന്നാണ് ഇരുന്നത്. കാരണഭൂതനെ ഭയന്നും കുട്ടി സഖാക്കളെ ഭയന്നും പോലീസുകാരെ വീട്ടിൽ വരെ കയറി അടിക്കുന്ന അവസ്ഥ ഇവന്മാരുണ്ടാക്കി. വണ്ടി കളഞ്ഞു നിർത്തി അടിക്കുന്ന എല്ലായിടത്തും. അതെ, നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ 2 സംഭവമാണ്. ഒരു SHOയെ വന്നിട്ട് കേട്ടാലറയ്ക്കുന്ന തെറി കേട്ടാലറയ്ക്കുന്ന തെറി SHOയുടെ വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് തെറി വിളിച്ചു. അതുപോലെ മാളിൽ സഹോദരിക്കൊപ്പം പോയ പോലീസുകാരനെ ഓടിച്ചിട്ട് അടിക്കുകയും അവൻ്റെ സഹോദരിയെ കൂട്ടി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എന്താണ് കാര്യം? അടി എങ്ങാണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇവരെ പിടിച്ചു മാറ്റുകയോ അടിച്ചോടിക്കുകയോ ചെയ്തു. ഇതാണ് കാര്യം. അപ്പോൾ എന്ത് ചെറിയ കാര്യത്തിന്, നിസ്സാര കാര്യമാണെങ്കിൽ പോലും പോലീസിൻ്റെ മേൽ കുതിര കയറുന്ന ഒരു നിലപാടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം, ഇന്നലെ ആ ഇലക്ഷൻ അങ്ങോട്ട് തോക്കാറായി വൻ തോൽവി ഉണ്ടാകുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ കുട്ടി സഖാക്കൾ അണിനിരന്നിരിക്കുകയാണ്. ഇനിയും സമര പരമ്പരകളാണ്, ഇനി ഞങ്ങളുടെ സമരം നിങ്ങൾ താങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നതെന്നറിയാം. അത് അവർക്കും അറിയില്ല. കാരണം സർക്കാർ മാറി ഇനി എന്തിനും സമരമായിരിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ നേരെ ഭരിക്കാൻ അനുവദിക്കുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊട്ടിത്തരം കാണിക്കുക. തൊട്ടിത്തരം ഇപ്പം പിണറായി വിജയൻ ഡാഷ് മോനെന്നും ചെറ്റത്തരം എന്നൊക്കെ പറയുന്ന പോലെ ഈ കുട്ടി സഖാക്കളുടെ തൊട്ടിത്തരമാണ് ഇന്നലെ. ഇവർ ഈ ഇങ്ങനത്തെ സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പോലും ആളും തരം നോക്കി സമരം ചെയ്യുള്ളൂ. ചില ആളുടെ നേരെ സമരം ചെയ്യാൻ ചെല്ലില്ല. ഉദാഹരണത്തിന് ഈ കെ കരുണാകരൻ 82-87 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മന്ത്രിമാരെ വഴിയിൽ തടയുക എന്നുള്ള സമരം ഒന്നും കൊണ്ടൊന്നും ഓർമ്മയുണ്ടല്ലോ. എം വിജയകുമാറിന് പാറശാല വെച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അടിയെ കിട്ടിയതാണ്. പക്ഷേ മന്ത്രിമാരെ ഒരു വഴി തടഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി കരുണാകരൻ വഴി തടഞ്ഞിട്ടില്ല. കരുണാകരൻ പറഞ്ഞു, എൻ്റെ വണ്ടി തടയാൻ ചുണയുള്ള ഒരു DIFക്കാരൻ ഇന്ന് ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ വരവ് വണ്ടിയുടെ വരവ് കാണുമ്പോൾ അറിയാം, ഇടിച്ചു തെറിപ്പിച്ചിട്ടേ പോകുള്ളെന്ന് അറിയാന്നുള്ള പോകില്ല. ബാക്കി പാവപ്പെട്ട സുന്ദര നാടാരി തച്ചടി പ്രഭാകരൻ്റെയൊക്കെ വാഹനമാണ് തടയാൻ പോയത്. അതാ അന്ന് പന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞ് പാരടി വരെ വന്നു. ഇപ്പം നമ്മളത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പിണറായി സർക്കാരിൻ്റെ കാലത്ത് സമരം ചെയ്യാൻ മറ്റു പാർട്ടിക്കാർക്ക് അനുവാദമില്ല. ശ്രദ്ധിച്ചോ? അന്ന് പിണറായിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ പോലീസ് അല്ലേ അടിക്കുന്നത്, DYFIക്കാരുടെ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നത് പോലെയാണ്, ആശുപത്രി കൊടുക്കുന്ന പോലെയാണ് രക്ഷാപ്രവർത്തനം. അതെ. അപ്പോൾ അവര് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാൻ വന്നു കഴിയുമ്പോൾ ഇവരാണ് ചെടിച്ചട്ടിക്കൊക്കെ അടിച്ചത് ഓരോ പിള്ളേരെ. നമ്മുടെ ആലപ്പുഴ ഇന്നലെ തോമസിനാണ് ശരിക്കും അടി കിട്ടിയത്. അപ്പം നമ്മൾക്കറിയാം, നമ്മുടെ ഒരുപാട് പിള്ളേരെ ഇവന്മാർ ക്രൂരമായി മർദ്ദിച്ചു. അതായത് KSUക്കാർ പിള്ളേരെയും യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അപ്പം ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതാണ്. എന്തിനാണ്? കാരണഭൂതൻ്റെ നവകേരള യാത്രയ്ക്ക് വട്ടം നിൽക്കുന്നു. അതാണ് നാട്ടുകാർ പ്രതികരിച്ചല്ലോ. ഈ മർദ്ദനമേറ്റ് വയ്യാതായ ഒരുപാട് പേരുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ മരിച്ചതുപോലെ ഈ തലയ്ക്കുള്ള മർദ്ദനമേറ്റിട്ടാണ്. ആ തലയ്ക്കുള്ള മർദ്ദനം കാരണം ഉണ്ടായ ക്ഷതം, ആ ക്ഷതത്തെ തുടർന്നാണ് സ്ട്രോക്ക് വന്നതും അയാളുടെ തലയ്ക്ക് ന്യൂറോ വലിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. അല്ലെ, ഇപ്പം അടൂരിന്റെ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആളാണ് MG കണ്ണൻ. അപ്പോൾ എന്താണെങ്കിലും ശരി, കോൺഗ്രസ്സുകാർ പിള്ളേരെയും കുട്ടികളെ, അതായത് സ്ത്രീകളെ ഒരു ഇതുമില്ലാതെ ഇവന്മാർ അടിച്ച് ഇതാക്കി കളഞ്ഞിട്ട്. സമരം ചെയ്യാൻ പാടില്ലല്ലോ. പിണറായി ഭരിക്കും ആരും സമരം ചെയ്യാൻ പാടില്ല. സമരം ഞങ്ങളെ മാത്രം. അതെ, പിണറായി വിജയൻ വരുമ്പോൾ കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങളാണ് നേരിടുന്നത്. DYFI അവർക്കാരാ ഇവിടെ അനുവാദം കൊടുത്ത? ഒരു മുഖ്യമന്ത്രിക്കേറെ ഒരു സമരം വന്നു കഴിഞ്ഞാൽ DYFIക്കാരാണോ തീരുമാനിക്കുന്നത്? ഇന്നലെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു മേടിച്ചത് ശരിക്കും പാലക്കാട് പിഷാരടിയുടെ പ്രകടനത്തിന് നേരെ ആക്രമണം നടത്താൻ കല്ലും കുപ്പിച്ചില്ലും മുട്ടയൊക്കെ എറിഞ്ഞു. ഇനി ഒരു പണി നടക്കത്തില്ല. കാരണം പണ്ടത്തെ രീതിയല്ല, 10 വർഷം കൊണ്ട് പണി കിട്ടി മടുത്ത ആൾക്കാരാണ് കോൺഗ്രസ്സുകാരും UDFകാരും. അവർ ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടത്തില്ല. ഇന്നലെ തന്നെ സതീശൻ സൂചനകൾ നൽകി കഴിഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെയ്തതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ മറക്കാനും കഴിയില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ബാക്കി ഞങ്ങൾ നോക്കും എന്നുള്ളത് കൃത്യമായിട്ട് നല്ലപോലെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോരുത്തന്മാരെ പുറം പൊളിഞ്ഞു. നമ്മളിപ്പം പറയുന്നല്ലോ, ഒരുത്തിന് അടി കിട്ടിയത് നമ്മൾ സന്തോഷിക്കരുത്. പക്ഷെ ഇത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷമല്ല, ചിരിയാവുന്നത്. കാരണം ഭരണം അങ്ങോട്ട് മാറി മിനിറ്റുകളായില്ല, അതിനു മുമ്പ് ഇവന്മാർ പണിയായിട്ട് ഇറങ്ങിയിരിക്കുക. മനസ്സിൽ ഇത് അങ്ങോട്ട് പോയിട്ടില്ല. നമുക്കിനി ഭരണമില്ല എന്നുള്ള കാര്യം. 10 വർഷം ആഘോഷിക്കുന്ന ഒരാളിനെ
മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇന്നലെ മറ്റേ കൃഷ്ണദാസ് ഇല്ലേ, അതെ, കൃഷ്ണദാസ് എൻ എൻ കൃഷ്ണദാസ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമല്ല ഇന്നലെ അവന്മാർ ഓഫീസിൽ കയറി അടിച്ച പാർട്ടി ഓഫീസിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെറ്റത്തരവും പിണറായിയുടെ ഭാഷയിൽ നമ്മൾ കടമെടുക്കുന്നു. പാർട്ടി ഓഫീസിൽ കയറി ഇരുന്നുകൊണ്ട് എന്ത് ചെറ്റത്തരം കാണിച്ചാലും ആ ഓഫീസിനകത്ത് ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ള ചിന്തയാണ് അവർക്ക് തെറ്റിയത്. ഇപ്പൊ പോലീസുകാർക്ക് പാർട്ടി ഓഫീസ് വാലി കയറാമലൊന്നുമല്ല. ഇനി എത്ര പാർട്ടി ഓഫീസുകളിൽ പോലീസ് കയറാനിരിക്കുന്നു? അതെ, ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് പാർട്ടി ഓഫീസുകളിലേക്ക് പോലീസ് കയറാനിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇന്നലെ കിട്ടിയ അടിയുടെ ചൂട് നന്നായിട്ട് അവർക്ക് മനസ്സിലായി കാണും. പാലക്കാട് അല്ല, ഒരു വലിയ സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പോലീസിനോട് ഇന്നലെ ആരും പറഞ്ഞിട്ട് അടിച്ചതല്ല പോലീസ്, മനസ്സിലായില്ലേ? ഭരണം മാറിയെങ്കിലും ഔദ്യോഗികമായിട്ട് ആരും സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല, കോൺഗ്രസിൻ്റെ ഇതിലേക്ക് പോയിട്ടില്ല, കയ്യിലേക്ക് പോയിട്ടില്ല. പക്ഷേ പോലീസ് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി. ഇത്രയും നാളും അടിച്ചമർത്തി വെച്ചിരുന്ന അവരുടെ ആ വീർപ്പുമുട്ടലും തിക്കുമുട്ടലും കലിപ്പും എല്ലാം കൂടെ പോലീസ് തീർത്തു. ഇത് എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എവിടെ ഇവന്മാർ സമരമായിട്ട് ഇറങ്ങുന്നു അവിടെ എല്ലാം ഇവന്മാർ അടിമേടിക്കും. കാരണം കുട്ടി സഹാക്കളുടെ ഭീഷണിയിൽ വലഞ്ഞു നിന്ന പോലീസുകാരാണ്. ഇതുമായി ബന്ധമുള്ള രസമുള്ള ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ പഠിക്കുമ്പോൾ, ജേർണലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് KC ജോൺ സാറായിരുന്നു ഞങ്ങളുടെ കോഴ്സ്. നല്ല മുതിർന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ 10-38 വർഷം തിരുവനന്തപുരത്തിലെ കേരള ലേഖനായിരുന്നാണ്. വലിയ മനുഷ്യനല്ലേ അത്. അദ്ദേഹം ഇപ്പം ഇങ്ങനെ പഴയ കഥകൾ പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രസമുള്ളൊരു കാര്യം, വിമോചന സമരം നടക്കുന്ന സമയത്ത് ലാൽചാർജ് ഇടയ്ക്കാണ്. ഈ പട്ടംതാണുകളിലൊക്കെ സമരരംഗത്തുണ്ട്. നിൽക്കുമ്പോൾ ഈ അടിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പട്ടംതാണുകളെ തല്ലാൻ വന്നു. തന്നെ വടിയെടുത്ത് ഓങ്ങിയപ്പോൾ അവിടെ നിന്നൊരു ഉയർന്ന പോലീസ് എന്തോരം ആരാരെന്ന് പറഞ്ഞു, DSP അങ്ങനെ എന്തോ ആണ്. അദ്ദേഹം പെട്ടെന്ന് തടഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. അയാളെ അങ്ങോട്ട് മാറ്റി. അപ്പം ഇദ്ദേഹം പട്ടംതാണുകൾ ചോദിച്ചു, എന്താണ് മാരാരെ ഈ കാട്ടുന്നതെന്ന് ചോദിച്ചെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞങ്ങൾ അങ്ങയുടെയും പോലീസായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞവനൊക്കെ ഞങ്ങളും തല്ലു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രതിപക്ഷത്താർ നിൽക്കുമ്പോൾ നിങ്ങൾ തല്ലുന്നത്. പോലീസ് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകമാണ്. പക്ഷെ ഒരിക്കലും കോൺഗ്രസ്സുകാരിൽ നിന്ന് പോലീസുകാർക്ക് ഒരു പീഡനം ഉണ്ടാകത്തില്ല. അവരാരും ഇവരെ വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ വീട്ടിൽ കയറി അടിക്കാനോ ഞങ്ങളുടെ ഇതാണെന്നോ പറഞ്ഞ്, പണ്ട് AK ആന്റണി ഭരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അടി യൂത്ത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ കുനിച്ചു നിർത്തി ഇടി കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. DC പ്രസിഡന്റ് വീരാൻകുട്ടിയെ കോഴിക്കോട്ട് അയാളെ രാത്രി വീട്ടിൽ കിടന്ന് പൊക്കിക്കൊണ്ടുപോയി. അത് പാർട്ടിയുടെ ഭരണത്തിലാണ്. ഇത് വല്ലോ CPM-ന്റെ ഭരണത്തിൽ നടക്കുമോ? CPM-ന്റെ ഭരണത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയും പോയിട്ട് വാർഡ് പ്രസിഡന്റോ അല്ല വാർഡ് സെക്രട്ടറി വരെയാണ് കയറി പോലീസിനെ. CPM ഭരിക്കുമ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ആയിരിക്കും DYSP-യുടെ ചാർജ്, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ആയിരിക്കും SIDC-യുടെ ചാർജ്. അങ്ങനെ ചാർജ് തന്നെ കൊടുക്കും. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതല്ലാതെ SIക്കും DYSPക്കും അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പോലീസിനകത്ത് മൊത്തം അന്തം കമ്മികളാണ്. ഇപ്പൊ കണ്ടോണം, പോലീസ് അസോസിയേഷൻ നേരെ കോൺഗ്രസിന്റെ കയ്യിലോട്ട് പോകും. ഈ അന്തം കമ്മികൾ മുഴുവൻ അപ്പം മര്യാദയ്ക്ക് ഒരിടത്ത് മാറിയിരിക്കും. അപ്പോഴാണ് നമുക്ക് രസം. ഈ സംസ്ഥാനത്ത് ഭരണം വരുമ്പോൾ പെട്ടെന്ന് പോലീസുകാരെല്ലാം കോൺഗ്രസ്സുകാരാവും. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരസിക്കൊണ്ടിരുന്ന ട്രാഫിക് ഡ്യൂട്ടിയിലിടും. ഈ തിരുവനന്തപുരത്ത് വന്നൊരു പെരുവെയിലത്തും മഴയത്ത് അവിടെ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അതാണ് പണി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എന്താണെങ്കിലും ഇപ്പം ഞാൻ പറയാം, ഇന്നലെ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചത് ഇവിടുത്തെ പോലീസിൻ്റെ കക്ഷികളാണ്, അതായത് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അവരെല്ലാം വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ആശ്വാസമായി, ഇത്തവണയോടെ ഇവന്മാർ വന്നിരുന്നേ ഞങ്ങൾ ഈ സേനയിൽ നിന്ന് VRS എടുത്ത് പോകേണ്ടി വന്നതിന്. അത്ര മോശമായിട്ടുള്ള അതെ, എത്ര മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം, യവന്മാരുടെ പീഡനം, അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതും. എന്താണെങ്കിലും ശരി, ഇനിയും ചൊറിഞ്ഞുകൊണ്ട് ചെന്നാൽ കുട്ടി സഖാക്കൾ നല്ലപോലെ അടി മേടിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇന്നലെ പാലക്കാട്ട്. അത് പണ്ട് ഇവരുടെ മുതിർന്ന നേതാവ് പണ്ട് മുഖ്യമന്ത്രിയാണെന്നോ പറഞ്ഞിട്ടുണ്ട്, ഈ ലാത്തി കൊടുത്തേക്കുന്നത് കാണാനല്ലാന്ന് പോലീസുകാരൊക്കെ കൊടുക്കാൻ തന്നെയാണെന്നാണ്. അപ്പം സ്വാഭാവികം കൊണ്ടോണ്ടാ മതി, അടി മേടിച്ച് കെട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ തന്നെ എല്ലാ സൂചനകളും സഖാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. ഒരുത്തരെയും ഞങ്ങൾ നേരെ ഫലിപ്പിക്കുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കണ്ടപ്പോൾ മനസ്സിലായി ഇതവണ ക്രൂരമായിരിക്കും, മൃഗീയമായിരിക്കും. കാരണഭൂതം പദവി വിട്ടല്ലോ. അതെ, അദ്ദേഹം വീട്ടിലേക്ക് പോയി. ബാക്കി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.